കോഴിക്കോട് കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട CPM സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സത്യനാഥിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. AK ലതീഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. ലതീഷ്, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. സംസ്കാരം പൊതുദർശനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആര്യ, ഇൻക്വസ്റ്റ് നടപടികളാണ് ആരംഭിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കും. ഇപ്പോൾ CPMന്റെ നേതാക്കളെല്ലാം ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്ററുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP ഉണ്ട്. സ്ഥലം MLA കൂടിയായ CPM നേതാവ് കാനത്തിൽ ജമീല ഉണ്ട്. ജില്ലാ ഏരിയ തലത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ കൊയിലാണ്ടി CI മെൽബിൻ ജോസിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും. ഉച്ചയോടുകൂടിയായിരിക്കും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ജന്മനാട്ടായ കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോവുക. 3 മണി മുതൽ 5 മണി വരെ കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് പൊതുദർശനം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം 5 മണിക്ക് ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. 7 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴുള്ള ക്രമീകരണം. മകൾ വിദേശത്താണ്. അവർ ഉച്ച കഴിഞ്ഞ് മാത്രമാണ് നാട്ടിലേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും സംസ്കാര നടപടികൾ 7 മണിക്ക് വീട്ടുവളപ്പിൽ നടത്താനാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് സത്യനാഥിൻ്റെ മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. അതിനുശേഷം ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളും അതേപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും എത്തിയ ശേഷമാണ് ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 1 മണിക്ക് ഇവിടെ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങി ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ.